So, our second story is Chronicle of the Peacocks by Intisar Hussain. The word chronicle means a written account അല്ലെങ്കിൽ ഒരു ഫാക്ച്വൽ അക്കൗണ്ടിനെയാണ് നമ്മൾ ക്രോണിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ക്രോണിക്കിൾ ഓഫ് ദ പീക്കോക്സ് says about the effects of war അല്ലെങ്കിൽ the uselessness or the futility and the horrors of war. And it is a highly symbolical story because the story has many metaphors, similes, symbols, etc. സോ അത്രയും ഒരു സിംബോളിക്കലായി മെറ്റഫറിക്കലി ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ദ ക്രോണിക്കിൾ ഓഫ് ദി പീക്കോക്സ്. ആൻഡ് ദി ഓത്തർ begins the story by saying that he saw a newspaper article on a particular day. ഒരു particular ഡേയിൽ ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് ദ സ്റ്റോറി സ്റ്റാർട്ടിങ്. ആൻഡ് ഹി സേസ് ദാറ്റ് ഹി സോ എ ന്യൂസ് പേപ്പർ കോളം വിച്ച് സ്പോക്ക് അബൌട്ട് പീക്കോക്സ് ഇൻ ജയ്പൂർ. ജയ്പൂരിലെ പീക്കോക്സിനെ പറ്റി സംസാരിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളായിരുന്നു അത്. ആൻഡ് ഇറ്റ് സെഡ് ദാറ്റ് ആഫ്റ്റർ ദി അറ്റോമിക് എക്സ്പ്ലോഷൻ ഇൻ രാജസ്ഥാൻ, പൊഖ്രാനിലെ അറ്റോമിക് എക്സ്പ്ലോഷന് ശേഷം the peacocks disappeared. Jaipur is so famous for peacocks, and after the atomic explosion these peacocks disappeared. That was the newspaper column. So these animals become a victim of war. Adana first instance parayundu. Then he says about Iraq war. There was a war between Iraq and Saudi Arabia. ഇറാഖും സൗദി അറേബ്യയും തമ്മിലുള്ള ഗൾഫ് വാർ, അതിൻ്റെ കോണ്ടെക്സ്റ്റാണ് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദിസ് ഗൾഫ് വാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഗൾഫ് വാറിൻ്റെ ഇഫക്റ്റ് ആയിട്ട് ദർ വാസ് എൻ ഓയിൽ സ്പില്ല് സംഭവിച്ചായിരുന്നു. ആൻഡ് ദാറ്റ് ഓയിൽ സ്പിൽ റിസൾട്ടഡ് ഇൻ ദ മാസീവ് ഡെത്ത് ഓഫ് മെനി സീ ഓർഗാനിസംസ്. ഒരുപാട് സീ ഓർഗാനിസംസ് നശിച്ചു പോകുന്നതിനും സീ പൊല്യൂട്ടഡ് ആവുന്നതിനും കാരണമായ ഒരു ഓയിൽ സ്പില്ലായിരുന്നു ഗൾഫ് വാറിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് വൺ ഓഫ് ദി പെർട്ടിക്കുലർ റിസൾട്ട്സ് ഓഫ് ഗൾഫ് വാർ. So it resulted in the massive extinction of many sea organisms, and that is the second instance he says about wars after effects on animals. Animals in the after effects ne patti adana samsarikkunne. Then author goes on a symbolical journey. അതായത് വീട്ടിലിരുന്ന് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഥറിൻ്റെ കാര്യമാണ് we see in the beginning of the story. Then after that he says that he is going on a journey. It is not a actual journey, പക്ഷേ it is a സിംബോളിക്കൽ ജേണിയാണ്. ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ റിയലി. നാച്ചുറലി അത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഇൻ റിയാലിറ്റി അത് സംഭവിക്കുന്നില്ല. പക്ഷേ ഹി ഈസ് അസ്യൂമിങ് എ ജേണി. ഫസ്റ്റ് ഹി വാക്സ് ത്രൂ സ്രവാസ്തിയുടെ തീരത്തോടുകൂടെയാണ് ആദ്യം നടക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ പ്ലേസ് വെർ ബുദ്ധ ലിവ്ഡ് മെനി ഇയേഴ്സ് ബാക്ക്. സോ അവിടെയാണ് ബുദ്ധ താമസിച്ചിരുന്നത്. സ്രവാസ്തിയുടെ തീരങ്ങളിലാണ് ആദ്യം ഓഥറിൻ്റെ സിംബോളിക്കൽ ജേണി പോകുന്നത്. ദെൻ ഹി മൂവ്സ് ടു ദി ടൂംബ് ഓഫ് സെൻറ്റ് നിസാമുദ്ദീൻ. ഒരു സെയിൻ്റാണ്, സെയിൻറ്റിൻ്റെ ശവകുടീരത്തിലാണ്. ഹി നെക്സ്റ്റ് ഗോസ് ടു ദാറ്റ് പെർട്ടിക്കുലർ ടൂംബ് ആൻഡ് ഹി സീസ് പീക്കോക്സ് ദെയർ. ഈ പറയുന്ന രണ്ട് സ്ഥലങ്ങളിലും ഇദ്ദേഹം പീക്കോക്സിനെ കാണുന്നുണ്ട്. ആൻഡ് ദാറ്റ് മീൻസ് ദാറ്റ് ഈ പറയുന്ന പീക്കോക്സ് ആർ വിക്ടിംസ് ഓഫ് വാർ. അതായത് മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ദീസ് പീക്കോക്സ് റെപ്രസെൻറ്റ് ദി വിക്ടിംസ് ഓഫ് വാർ. സോ ഈ പീക്കോക്സൊക്കെ ഹോൾഡ് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ബുദ്ധ പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന സെയിൻസിൻ്റെയൊക്കെ അഹിംസ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസിനെയാണ് ഇവരെല്ലാവരും അധെയർ ചെയ്യുന്നത്. സോ പീക്കോക്സ് ആർ ദി വിക്ടിംസ് ഓഫ് വാർ, ജസ്റ്റ് ലൈക്ക് അസ് ഹ്യൂമൻസ് ഹു ആർ വിക്ടിംസ് ഓഫ് വാർ. റെഫ്യൂജീസിനെ പോലെ അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരെ പോലെ ഉള്ള വിക്ടിംസിനെയാണ് പീക്കോക്സുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ദെൻ ഹി കണ്ടിന്യൂസ് ഹിസ് ജേർണി ടു ഇന്ദ്രപ്രസ്ഥ. ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്നത് പാണ്ഡവാസ് താമസിച്ചിരുന്ന പാലസിൻ്റെ പേരായിരുന്നു ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്നത്. ആസ് യു ഓൾറെഡി ഹേർഡ്, ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പാലസ് വിച്ച് പാണ്ഡവാസ് യൂസ് ടു റിസൈഡ്. ആൻഡ് ആഫ്റ്റർ സീയിങ് ഇന്ദ്രപ്രസ്ഥ ഹി റിട്ടേൺസ് ടു ജയ്പൂരിലേക്ക് റിട്ടേൺ ചെയ്യുകയാണ്. ആൻഡ് ദെയർ ഹി സീസ് ദി പീക്കോക്സ് അഗെയിൻ. സോ ജയ്പൂരിലേക്ക് തിരിച്ചു വരുമ്പോൾ ഹി സീയിങ് ദി പീക്കോക്സ് അഗെയിൻ. പക്ഷേ ഈ പീക്കോക്സൊക്കെ ഈ പറയുന്ന ഓഥറിനെ കാണുമ്പോഴത്തേക്കും സ്കേഡായിട്ട് പേടിച്ച് മാറുന്നതായിട്ട് ഈ പറയുന്ന ഓഥറെ കാണുകയാണ്. ആൻഡ് ദെൻ ഹി ടേൺസ് ബാക്ക് ആൻഡ് സീസ് അശ്വത്ഥാമ ബിഹൈൻഡ് ഹിസ് ബാക്ക്. സോ തിരിഞ്ഞു നോക്കുമ്പോൾ ഓഥർ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ സ്റ്റക്ക് ചെയ്ത് ഇരിക്കുന്നത് അശ്വത്ഥാമയാണ്. ഐ ഹോപ്പ് യു നോ ദ സ്റ്റോറി ഓഫ് അശ്വത്ഥാമ. അശ്വത്ഥാമ ഒരു ചെറിയ ഔട്ട്ലൈൻ തരാം. അശ്വത്ഥാമ ഈസ് ദി സൺ ഓഫ് ദ്രോണാചാര്യയുടെ മകനായിരുന്നു അശ്വത്ഥാമ എന്ന് പറയുന്നത്. ആൻഡ് ഹി ഹാഡ് ജെലസ് ഇഷ്യൂസ് ഓൺ അർജുന ബിക്കോസ് ദ്രോണാചാര്യസ് ഫേവറേറ്റ് ഡിസൈപ്പിൾ വാസ് അർജുന. സോ ദ്രോണാചാര്യർക്ക് അർജുനയോടുള്ള ഈ പറയുന്ന പാർഷ്യാലിറ്റി കൊണ്ട് അശ്വത്ഥാമ വാസ് ഓൾവേസ് ജെലസ് ഓഫ് അർജുന ആൻഡ് ഹി ഹാഡ് ദിസ് ഹേറ്റ്രഡ് ടുവേർഡ്സ് പാണ്ഡവാസ്. സോ അതുകൊണ്ട് തന്നെ കൗരവ പാണ്ഡവ യുദ്ധത്തിലെ വൺ ഓഫ് ദി മെയിൻ enemy of Pandavas was Ashwatthama. And അശ്വത്ഥാമയാണ് രാത്രി ടെൻസിൽ കയറി എല്ലാ പാണ്ഡവ റിലേറ്റീവ്സിനെയും രാത്രി എല്ലാവരെയും ഒരുമിച്ച് കൊല്ലുന്ന ആളാണ് അശ്വത്ഥാമ. അക്കമ്പനീഡ് വിത്ത് കൃപർ ആൻഡ് ശകുനി, ഇവർ മൂന്നുപേരും കൂടെ പാണ്ഡവയുടെ ക്യാമ്പിലോട്ട് ടെൻസിലോട്ട് രാത്രി കടന്ന് അവരെല്ലാവരെയും കൊല്ലുന്ന ഒരാൾ അശ്വത്ഥാമാവാണ്. ആൻഡ്
പാണ്ഡവാസ് റിവെഞ്ച് എടുക്കാനായിട്ട് അശ്വത്ഥാമാവിനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഹി റൺസ് അവേ ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ റിവർ ബാങ്ക് ഈ പറയുന്ന പാണ്ഡവാസ് ആൻഡ് അശ്വത്ഥാമാവ് കണ്ടുമുട്ടുന്നു. ആൻഡ് പാണ്ഡവാസ് were ready to kill അശ്വത്ഥാമ, about to kill അശ്വത്ഥാമ. സോ കൊല്ലുന്നു മനസ്സിലാക്കുന്ന സമയത്ത് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു. ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി എ സിമിലർ തിങ് ടു അവർ അറ്റോമിക് ബോംബ്. നമ്മുടെ അറ്റോമിക് ബോംബിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു തിങ് ആണ് ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്നത്. ഇഫ് ബ്രഹ്മാസ്ത്ര ഇസ് യൂസ്ഡ് ഇറ്റ് ഇസ് ലൈക്ക് എൻ ആരോ. സോ ഈ ആരോ ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ the whole world will burn off. Just like an atomic bomb, the whole world will burn off. That was the idea of Brahmastra, and he shoots this Brahmastra. അശ്വത്ഥാമാവാണ് ഈ ബ്രഹ്മാസ്ത്ര ഷൂട്ട് ചെയ്യുന്നത്. അർജുന ഷൂട്ട്സ് ഇറ്റ് ബാക്ക്. സോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ബ്രഹ്മാസ്ത്രമാണ് പ്രയോഗിക്കുന്നത്. സോ ഈ രണ്ട് ബ്രഹ്മാസ്ത്രയുടെ ഇഫക്റ്റ് നേച്ചറിൽ വന്നു തുടങ്ങുമ്പോൾ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദീസ് ടു ബ്രഹ്മാസ്ത്രാസ് ദ ലോർഡ് ബ്രഹ്മ അപ്പിയേഴ്സ്. ഇതിൻ്റെ രണ്ടുപേരുടെയും നടുക്ക് ലോർഡ് ബ്രഹ്മ അപ്പിയർ ചെയ്യാണ്. ആൻഡ് ലോർഡ് ബ്രഹ്മ ഓർഡേഴ്സ് them to return the particular brahmastras. സോ അത് കേൾക്കുമ്പോൾ അർജുന അതിനെ റിട്രീറ്റ് ചെയ്യുന്നു. പക്ഷേ അശ്വത്ഥാമാവ് തിരിച്ച് എടുക്കാൻ റെഡിയാവുന്നില്ല. ആൻഡ് ഹി ഡിറക്ട്സ് ടു ഉത്തരാസ് വൂംബ്. ഉത്തരയുടെ വൂമ്പിലോട്ടാണ് ഇത് ഡയറക്റ്റ് ചെയ്ത് വിടുന്നത്. ആൻഡ് ഇത്രയും വലിയൊരു സിൻ ചെയ്യുന്നത് കൊണ്ട് കൃഷ്ണ ഈ പറയുന്ന അശ്വത്ഥാമാവിനെ ശപിക്കുകയാണ്. ദാറ്റ് യു വിൽ ലോയിറ്റർ അറൗണ്ട് ദിസ് വേൾഡ് ഫോർ മെനി ഇയേഴ്സ്. ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് കൃഷ്ണനൊരു ശാപം കൊടുക്കുന്നുണ്ട് അശ്വത്ഥാമാവിന്. ആൻഡ് ദാറ്റ് ഈസ് വൈ വി കോൾ ഹിം അശ്വത്ഥാമാവ്, ഓർ ഹീസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി അശുദ്ധാത്മാവ് ഓർ ദി ബാഡ് സോൾ ഇൻ ദിസ് വേൾഡ്. നമ്മളുടെ ലോകത്ത് നടക്കുന്ന എല്ലാ ചീത്ത കാര്യങ്ങളുടെയും ഒരു സിമ്പിളാണ് അശ്വത്ഥാമാവ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് എ സേറ്റൻ. സോ ഡിഫറെൻറ്റ് റിലീജിയനിൽ ഡിഫറെൻറ്റ് നെയിം ഇട്ട് വിളിക്കുന്ന ഒരു ഈവിളിൻ്റെ സിമ്പിൾ. അതായത് ക്രിസ്ത്യനിലെ സേറ്റനും മുസ്ലിം റിലീജിയനിലെ ഇബിലിസും ഈ പറയുന്ന ഹിന്ദു റിലീജിയനിലെ അശ്വത്ഥാമാവ്, ദേ ബോത്ത് ആർ ദി സെയിം തിങ്സ്. സോ ഹി സീസ് ദിസ് അശ്വത്ഥാമാവ് ആൻഡ് the author sees this അശ്വത്ഥാമാവ് and he remembers the story of മഹാഭാരതം. സോ യുദ്ധം കഴിഞ്ഞ് പാണ്ഡവാസ് ജയിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്ന കാര്യം നമ്മൾക്ക് കാണാൻ പറ്റില്ല. ബിക്കോസ് എവ്രിബഡി ലോസ്റ്റ് ദെയർ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ അവരുടെ സ്വന്തപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ മരിച്ചിരുന്നു യുദ്ധത്തിൽ. സോ അതുകൊണ്ട് തന്നെ യുദ്ധം ജയിച്ചതിൻ്റെ ഒരു കൈൻഡ് ഓഫ് സന്തോഷമോ അല്ലെങ്കിൽ വേറെ ഒരു കൈൻഡ് ഓഫ് ഇഫക്റ്റോ അവർ ഒരാളും കണ്ടിരുന്നില്ല. സോ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് വാർ? സോ മഹാഭാരത യുദ്ധം എന്ന് പറയുന്ന ഒരു വലിയ യുദ്ധത്തിൻ്റെ ഏറ്റവും നമ്മൾ മഹാഭാരതം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് വരെ കാണുന്ന മഹാഭാരത യുദ്ധമാണ്. പക്ഷേ അതിനൊരു കൈൻഡ് ഓഫ് പോസിറ്റീവ് എഫക്റ്റും ഉണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് ദി ആക്ച്വൽ മെസ്സേജ് ഓഫ് മഹാഭാരത. ദാറ്റ് ഈസ് മഹാഭാരത എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെ അൾട്ടിമേറ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ദർ ഇസ് നത്തിങ് യൂസ്ഫുൾ അബൌട്ട് വാർ, ദർ ഇസ് നത്തിങ് പോസിറ്റീവ് അബൌട്ട് വാർ. സോ ആ ഒരു കാര്യം പറയാനാണ് ഈ ഒരു സ്റ്റോറിയും പറഞ്ഞു വരുന്നത്, അശ്വത്ഥാമാവിൻ്റെ സ്റ്റോറിയും പറഞ്ഞു വരുന്നത്. ആൻഡ് ഹി എൻഡ്സ് ദ സ്റ്റോറി ബൈ സേയിങ് ദാറ്റ് വാർ ഇസ് നെവർ a good thing